ഹാഗേഴ്സ് അപ്പോൾ 10,000 രൂപയ്ക്ക് താഴെ വരുന്ന 5 കിടിലൻ ഫോണുകളെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. കൂടാതെ ഇതിൽ എനിക്ക് ബെസ്റ്റ് ആയിട്ട് തോന്നിയ ഒരു ഫോണിനെ കുറിച്ചും ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണാം. പിന്നെ ഇതേപോലത്തെ യൂസ്ഫുൾ വീഡിയോസ് ഒക്കെ ലഭിക്കാനായിട്ട് ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം, വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുത്തേക്കാം. പിന്നെ സ്മാർട്ട് ഫോൺ ഒക്കെ വാങ്ങാൻ നിൽക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർ കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. അപ്പൊ നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ ഫോൺ പോക്കോ M6 5G ആണ്. അപ്പൊ ഇതിന്റെ ഫീച്ചേഴ്സുകളെ കുറിച്ച് നോക്കാം. അപ്പൊ ഈ ഒരു ഫോൺ 3 കളർ വേരിയന്റിലാണ് വരുന്നത്. ബ്ലാക്ക്, ബ്ലൂ, ഗ്രീൻ. 3 സ്റ്റോറേജ് വേരിയന്റ് വരുന്നുണ്ട്. 64GB, 128GB, 256GB. 3 റാം വേരിയന്റ് വരുന്നുണ്ട്. 4GB റാം, 6GB റാം, 8GB റാം. അപ്പൊ ഇനി ഇതിന്റെ പ്രൊസസറിലേക്ക് നോക്കുന്ന സമയത്ത് MediaTek Dimensity 6100 പ്ലസ് ഒക്ടാകോർ 2.2 GHz ആണ് വരുന്നത്. ക്യാമറയിലേക്ക് നോക്കുന്ന സമയത്ത് ഡുവൽ ക്യാമറയാണ് വരുന്നത്. ബാക്ക് ക്യാമറ 50 മെഗാ പിക്സലും ഫ്രണ്ട് ക്യാമറ 5 മെഗാ പിക്സലും ആണ്. ഡിസ്പ്ലേയിലേക്ക് നോക്കുന്ന സമയത്ത് 6.74 ഇഞ്ച് HD ഡിസ്പ്ലേ ആണ് വരുന്നത്. 90 Hz റിഫ്രഷ് റേറ്റ് ലഭിക്കുന്നുണ്ട്. ഗൊറില്ല ഗ്ലാസ് 3 പ്രൊട്ടക്ഷനും ഈ ഒരു ഫോണിൽ ലഭിക്കുന്നുണ്ട്. അപ്പൊ ഇനി ഇതിന്റെ ബാറ്ററിയിലേക്ക് നോക്കുന്ന സമയത്ത് 5000 mAh ബാറ്ററിയാണ്. 18 വോൾട്ട് ഫാസ്റ്റ് ചാർജിങ് ലഭിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഫോൺ വാങ്ങുന്ന സമയത്ത് ഒരു 10 വോൾട്ടിന്റെ ചാർജറേ നമുക്ക് തരത്തുള്ളൂ. മറ്റ് ഫീച്ചേഴ്സുകളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 5G ഫോണാണ്, സൈഡ് ഫിംഗർ പ്രിന്റ് ആണ്, Android 13 ആണ് നമ്മൾ ഫോൺ വാങ്ങുമ്പോൾ വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പോക്കോ M6 5Gന്റെ ഫീച്ചേഴ്സുകൾ. അപ്പൊ ഇനി ഇതിന്റെ പ്രൈസ് വേരിയന്റിലേക്ക് നോക്കുന്ന സമയത്ത് 4GB റാം 64GB ഇന്റേണലിന് വരുന്നത് 8000 രൂപയാണ്. അടുത്തത് 6GB റാം 128GB ഇന്റേണലിന് വരുന്നത് 9500 രൂപയാണ്. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ പ്രൈസ് ഡിഫറൻസ്. അപ്പൊ നമ്മുടെ ലിസ്റ്റിലെ രണ്ടാമത്തെ ഫോണിനെ കുറിച്ച് നോക്കാം. അപ്പൊ നമ്മുടെ ലിസ്റ്റിലെ രണ്ടാമത്തെ ഫോണ് 2 ഫോണുകളുണ്ട്. അതായത് റിയൽമി C61 C63. അപ്പൊ ഈ 2 ഫോണുകളുടെയും കുട്ടി കുട്ടി ഡിഫറൻസ് നമ്മൾ ഇതിന്റെ ഫീച്ചേഴ്സ് പറയുന്ന സമയത്ത് പറയുന്നതായിരിക്കും. അപ്പൊ നമ്മൾ ഈ ഫോണിന്റെ ഫീച്ചേഴ്സുകളിലേക്ക് നോക്കാം. അപ്പൊ റിയൽമി C61 2 കളർ വേരിയന്റിലാണ് വരുന്നത്, ബ്ലാക്കും ഗ്രീനും. C63യും 2 കളർ വേരിയന്റിലാണ് വരുന്നത്, ബ്ലൂവും ഗ്രീനും. സ്റ്റോറേജ് വരുന്നത് രണ്ടും സെയിം തന്നെയാണ്. C61ന്റെയും C63ന്റെയും സെയിം സ്റ്റോറേജ് തന്നെയാണ്. അതായത് 64GB 128GB. റാം വേരിയന്റിലേക്ക് വരുന്ന സമയത്ത് ചെറിയ ഡിഫറൻസ് ഉണ്ട്. അതായത് C61ല് 4GB റാമും ഉണ്ട്, 6GB റാമും ഉണ്ട്. എന്നാൽ C63ല് 4GB റാം മാത്രമേ ലഭിക്കുന്നുള്ളൂ. പ്രൊസസറിലേക്ക് നോക്കുന്ന സമയത്ത് രണ്ടിന്റെയും സെയിം പ്രൊസസർ തന്നെയാണ് വരുന്നത്. T612 ഒക്ടാകോർ 1.8 GHz ആണ് വരുന്നത്. ക്യാമറയിലേക്ക് വരുന്ന സമയത്ത് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. രണ്ടും ഡുവൽ ക്യാമറയാണ്. പക്ഷെ C61ന്റെ 32 മെഗാ പിക്സലും ഫ്രണ്ട് ക്യാമറ 5 മെഗാ പിക്സലും ആണ്. 63ന്റെ ബാക്ക് ക്യാമറ 50 മെഗാ പിക്സലും ഫ്രണ്ട് ക്യാമറ 8 മെഗാ പിക്സലും ആണ്. ഡിസ്പ്ലേന്റെ കാര്യത്തിലേക്ക് നോക്കുന്ന സമയത്ത് രണ്ടിന്റെയും സെയിം ഡിസ്പ്ലേ തന്നെയാണ്. 6.74 ഇഞ്ച് HD പ്ലസ് LCD ഡിസ്പ്ലേ ആണ്. 90 Hz റിഫ്രഷ് റേറ്റും ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. ബാറ്ററിന്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഡിഫറൻസ് തന്നെയുണ്ട്. അതായത് രണ്ടും 5000 mAh ആണ് വരുന്നത്. പക്ഷെ ഫാസ്റ്റ് ചാർജിംഗിലേക്ക് വരുന്ന സമയത്ത് ഡിഫറൻസ് ഉണ്ട്. C61ന്റെ 10 വോൾട്ട് ആണ് ഫാസ്റ്റ് ചാർജിംഗ് ലഭിക്കുന്നത്. പക്ഷെ C63ന്റെ 45 വോൾട്ട് ഫാസ്റ്റ് ചാർജിംഗ് ലഭിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ C63 വാങ്ങുന്നത് നിങ്ങൾക്ക് ചാർജിന്റെ കാര്യത്തിലും ബാറ്ററിന്റെ കാര്യത്തിലും ആ ഒരു ഫോൺ വർത്ത് ആയിരിക്കും. ഇതിന്റെ മറ്റ് ഫീച്ചേഴ്സുകളിലേക്ക് നോക്കുന്ന സമയത്ത് രണ്ടും സെയിം ആണ്. അതായത് 4G ആണ് വരുന്നത്, ഡ്യുവൽ സിം വരുന്നുണ്ട്, സൈഡ് ഫിംഗർ പ്രിന്റ് ആണ് വരുന്നത്. ഫോൺ വാങ്ങുന്ന സമയത്ത് Android 13 ആണ് ലഭിക്കുക. പിന്നെ ഇതിന്റെ പ്രൈസ് വേരിയന്റിലേക്ക് നോക്കുന്ന സമയത്ത് C61ന്റെ 4GB റാമിനും 64GB ഇന്റേണലിനും വരുന്നത് 7700 രൂപയാണ്. 6GB റാമിനും 128GB ഇന്റേണലിന് വരുന്നത് 9000 രൂപയാണ്. 63ന്റെ പ്രൈസ് വരുന്നത് 4GB റാം 64GB ഇന്റേണലിന് വരുന്നത് 8500 രൂപയാണ്. 4GB റാം 128GB ഇന്റേണലിന് വരുന്നത് 9000 രൂപയാണ്. അപ്പൊ നമ്മുടെ ലിസ്റ്റിലെ മൂന്നാമത്തെ ഫോണാണ് എനിക്ക് ബെസ്റ്റ് ആയിട്ട് തോന്നിയത്. അതായത് മോട്ടോറോള G45 5G എന്ന ഫോണ്. അപ്പൊ ഈ ഒരു ഫോണിന്റെ ഫീച്ചേഴ്സിലേക്ക് നോക്കുന്ന സമയത്ത് ഈ ഒരു ഫോൺ 3 കളർ വേരിയന്റിലാണ് വരുന്നത്, ബ്ലൂ, ഗ്രീൻ, മജന്ത. ഒരു സ്റ്റോറേജ് വേരിയന്റിലാണ് വരുന്നത് 128GB. 2 റാം വേരിയന്റ് വരുന്നുണ്ട്, 4GB റാമും 8GB റാമും. പ്രൊസസറിലേക്ക് നോക്കുന്ന സമയത്ത് സ്നാപ്ഡ്രാഗൺ 6S Gen 3 ആണ് വരുന്നത്, ഒക്ടാകോർ 2.3 GHz വരുന്നുണ്ട്. ക്യാമറയിലേക്ക് നോക്കുന്ന സമയത്ത് ഡുവൽ ക്യാമറയാണ് വരുന്നത്, ഒന്ന് 50 മെഗാ പിക്സലിന്റെയും ഒന്ന് 2 മെഗാ പിക്സലിന്റെയും. പിന്നെ ഇതിന്റെ ഫ്രണ്ട് ക്യാമറ വരുന്നത് 16 മെഗാ പിക്സൽ ആണ്. ഡിസ്പ്ലേന്റെ കാര്യത്തിലേക്ക് നോക്കുന്ന സമയത്ത് 6.5 ഇഞ്ച് HD ഡിസ്പ്ലേ ആണ് വരുന്നത്, 120 Hz റിഫ്രഷ് റേറ്റ് ലഭിക്കുന്നുണ്ട്. ഗൊറില്ല ഗ്ലാസ് 3 പ്രൊട്ടക്ഷനും ഈ ഒരു ഫോണിൽ ലഭിക്കുന്നുണ്ട്. അപ്പൊ ഇനി ഇതിന്റെ ബാറ്ററിയിലേക്ക് നോക്കുന്ന സമയത്ത് 5000 mAh ബാറ്ററിയാണ്, 20 വോൾട്ട് ഫാസ്റ്റ് ചാർജിംഗ് ലഭിക്കുന്നുണ്ട്. ചാർജർ ഫോൺ വാങ്ങുമ്പോൾ തന്നെ ലഭിക്കുന്നത്. മറ്റ് ഫീച്ചേഴ്സുകളിലേക്ക് നോക്കുന്ന സമയത്ത് 5G ഫോണാണ്, ഡുവൽ സിം ഫെസിലിറ്റി ഉണ്ട്, സൈഡ് ഫിംഗർ പ്രിന്റ് ആണ്, ഡുവൽ ഡോൾബി അറ്റ്മോസ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ്. ഫോൺ വാങ്ങുന്ന സമയത്ത് Android 13 ആണ് ലഭിക്കുക. അപ്പൊ ഇനി ഇതിന്റെ പ്രൈസ് വേരിയന്റിലേക്ക് നോക്കുന്ന സമയത്ത് 4GB റാമിനും 128GB ഇന്റേണലിനും വരുന്നത് 10,000 രൂപയാണ്. പിന്നെ 8GB റാമിനും 128GB ഇന്റേണലിന് 12,000
12,000 രൂപയും വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ലിസ്റ്റിലെ 4ാമത്തെ ഫോൺ ആയിട്ടുള്ളത് റെഡ്മി 30C ആണ്. ഈ ഫോണിന്റെ ഫീച്ചേഴ്സുകളെ കുറിച്ച് നോക്കാം. ഈ ഒരു ഫോൺ 3 കളർ വേരിയന്റിലാണ് വരുന്നത്. ബ്ലാക്ക്, വൈറ്റ്, ഗ്രീന്. 2 സ്റ്റോറേജ് വേരിയന്റിൽ വരുന്നുണ്ട്. 128 GB 256 GB. 3 റാം വേരിയന്റിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. 4 GB റാം, 6 GB റാം, 8 GB റാം. പ്രൊസസറിലേക്ക് നോക്കുന്ന സമയത്ത് ഹീലിയോ G85 ഒക്ടാ-കോർ 2 GHz ആണ് വരുന്നത്. ക്യാമറയിലേക്ക് നോക്കുന്ന സമയത്ത് ഡുവൽ ക്യാമറയാണ്. ബാക്ക് ക്യാമറ 50 മെഗാ പിക്സലും ഫ്രണ്ട് ക്യാമറ 8 മെഗാ പിക്സലും ആണ് വരുന്നത്. ഡിസ്പ്ലേന്റെ കാര്യത്തിലേക്ക് നോക്കുന്ന സമയത്ത് 6.74 ഇഞ്ച് HD ഡിസ്പ്ലേ ആണ് വരുന്നത്. 90 Hz റിഫ്രഷ് റേറ്റ് ലഭിക്കുന്നുണ്ട്. ഗോറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷനും ഈ ഒരു ഫോണിൽ ലഭിക്കുന്നുണ്ട്. ബാറ്ററിയുടെ കാര്യത്തിലേക്ക് നോക്കുന്ന സമയത്ത് 5000 mAh ബാറ്ററിയാണ്. 18 വോൾട്ട് ഫാസ്റ്റ് ചാർജ് ലഭിക്കുന്നുണ്ട്. പക്ഷേ ഫോൺ വാങ്ങുന്ന സമയത്ത് 10 വോൾട്ടിന്റെ ചാർജറേ തരത്തുള്ളൂ. അതിന് മറ്റ് ഫീച്ചേഴ്സുകളിലേക്ക് നോക്കുന്ന സമയത്ത് 4G ഫോണാണ്. ഡുവൽ സിം സപ്പോർട്ട് ഉണ്ട്. സൈഡ് ഫിംഗർ പ്രിന്റിലാണ്. ഫോൺ തരുന്ന സമയത്ത് Android 13 ആയിരിക്കും. 2 year ഓഫ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 3 വർഷം സെക്യൂരിറ്റി അപ്ഡേറ്റും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ പ്രൈസ് വേരിയന്റ് വരുന്നത് 4 GB റാമിനും 128 GB ഇന്റേണലിനും 7,700 രൂപയാണ്. അടുത്തത് 6 GB റാമിനും 128 GB ഇന്റേണലിനും 8,500 രൂപയാണ് വരുന്നത്. അപ്പൊ നമ്മുടെ ലിസ്റ്റിലെ ലാസ്റ്റ് ഫോൺ ആയിട്ടുള്ളതും 5ാമത്തെ ഫോൺ ആയിട്ടുള്ളതും സാംസങ് ഗാലക്സി F5 ആണ്. അപ്പൊ ഈ ഒരു ഫോണിന്റെ ഫീച്ചേഴ്സുകളെ കുറിച്ച് നോക്കുന്ന സമയത്ത് ബ്ലൂ കളറാണ് വരുന്നത്. 4 GB റാം വരുന്നുണ്ട്. 64 GB ഇന്റേണലും വരുന്നുണ്ട്. ഇതിന്റെ പ്രൊസസറിലേക്ക് നോക്കുന്ന സമയത്ത് ഹീലിയോ G85 ഒക്ടാ-കോർ 2 GHz ആണ് വരുന്നത്. ക്യാമറയിലേക്ക് നോക്കുന്ന സമയത്ത് ഡ്യുവൽ ക്യാമറയാണ് വരുന്നത്. ബാക്ക് ക്യാമറ 50 മെഗാ പിക്സലും പിന്നെ ഒരു ക്യാമറ 2 മെഗാ പിക്സലുമാണ്. ഫ്രണ്ട് ക്യാമറയിലേക്ക് വരുന്ന സമയത്ത് 8 മെഗാ പിക്സലാണ് വരുന്നത്. ഡിസ്പ്ലേയിലേക്ക് നോക്കുന്ന സമയത്ത് 6.74 ഇഞ്ച് HD ഡിസ്പ്ലേ ആണ്. ബാറ്ററിയിലേക്ക് നോക്കുന്ന സമയത്ത് 5000 mAh ബാറ്ററിയാണ്. 25 വോൾട്ട് ഫാസ്റ്റ് ചാർജിംഗ് ലഭിക്കുന്നുണ്ട്. പക്ഷെ ഫോൺ വാങ്ങുന്ന സമയത്ത് ചാർജർ തരത്തില്ല, കാരണം സാംസങ് ആണ്. ഇതിന്റെ മറ്റ് ഫീച്ചേഴ്സുകളിലേക്ക് നോക്കുന്ന സമയത്ത് 4G ഫോണാണ്. ഡുവൽ സിം സപ്പോർട്ട് ഉണ്ട്. ഫോൺ വാങ്ങുന്ന സമയത്ത് Android 13 ആയിരിക്കും. ഫോണിന്റെ പ്രൈസ് വരുന്നത് 4 GB റാമിനും 64 GB ഇന്റേണലിനും 6,500 രൂപ മാത്രമാണ്. 5 ഫോണുകളെ കുറിച്ചും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഈ 5 ഫോണുകളിൽ എനിക്ക് ബെസ്റ്റ് ആയിട്ട് തോന്നിയത് മോട്ടോറോള G45 5G എന്ന ഫോണാണ്. അപ്പൊ ഇതിൽ ഏത് ഫോണാണ് നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ട് തോന്നിയെന്ന് വെച്ചാൽ അതിന്റെ പേര് ജസ്റ്റ് താഴെ കമന്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഫോൺ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിന്റെ പേരും താഴെ കമന്റ് ചെയ്യാം. ഈ ഒരു വീഡിയോനെ കുറിച്ച് എനിക്ക് ഇത്ര കാര്യങ്ങൾ പറയാനുള്ളൂ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമന്റ് ചെയ്യാം. അപ്പൊ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്തില്ലെങ്കിൽ ലൈക്ക് ചെയ്യാം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.